ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയും സീറോ മലബാർ മീഡിയ കമ്മീഷൻ്റെ ചെയർമാനും സഭയിലെ വിവിധ തസ്തികകൾ അലങ്കരിക്കുന്ന വ്യക്തിയുമായ അഭിവന്ദ്യ മാർ തോമസ് തറയിൽ പിതാവ് ഏവർക്കും സമാദരണീയനായ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ നവമാധ്യമങ്ങളിലൂടെ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ അതീവ താല്പര്യത്തോടുകൂടിയാണ് ശ്രവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് അസൂയുള്ളവരും ശത്രുത പുലർത്തുന്നവരും അദ്ദേഹത്തെ ബോധപൂർവം ആക്രമിക്കുന്ന കാഴ്ചകൾ നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് അഭിവന്ദ്യ പിതാവിൻ്റെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട സമയത്ത് പിതാവ് പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരുന്ന സ്ഥാനാരോഹണ ദിവസങ്ങൾക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരുന്ന അവസരത്തിൽ പിതാവും അതിരൂപതയും വളരെയധികം പ്രാർത്ഥനാ നിർഭരമായ ഒരു ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന അവസരത്തിലാണ് അദ്ദേഹം പിതാവിനെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൻ്റെ ചാനലിലൂടെ വീഡിയോകളുമായിട്ട് പുറത്തു വന്നത്. അപകീർത്തിപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമായിരുന്നു അതിനുള്ളത്. അദ്ദേഹം ഏതൊരു വീഡിയോ ചെയ്യുമ്പോഴും അതിൻ്റെ അറ്റത്ത് പിതാവിൻ്റെ പേര് കൂട്ടിച്ചേർത്ത് പിതാവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളിൽ പോലും പിതാവിനെ വലിച്ചഴച്ച് വീഡിയോകൾ ചെയ്തു. ഇപ്രകാരം 1ഉം 2ഉം വീഡിയോകളല്ല, 23 വീഡിയോകളാണ് ആ ഒരു മാസത്തിനുള്ളിൽ അയാൾ പുറത്തിറക്കിയത്. അപ്പോൾ അതിനെതിരായിട്ട് തീർച്ചയായിട്ടും നിയമ നടപടികൾ സ്വീകരിക്കേണ്ട ആവശ്യമാണ്. ഇതിനായിട്ട് അതിരൂപത, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ലൂർദ് മാതാ കെയർ സെൻറ്റർ ഇതിൻ്റെ പിതാവ് കക്ഷിയേർന്നുകൊണ്ട് തിരുവനന്തപുരം മുനിസിപ്പൽ കോടതിയിലെ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഈ ഉത്തരവ് പ്രകാരം ആ വീഡിയോകൾ മുഴുവൻ യൂട്യൂബ് ചാനലിൽ നിന്ന് ഉടൻ തന്നെ നീക്കം ചെയ്യുവാനായിട്ടാണ് കോടതി കൽപ്പിച്ചിരിക്കുന്നത്. ഇപ്രകാരമുള്ള വിധിന്യായത്തിൽ കോടതി ഇതിൻ്റെ വിശദാംശങ്ങളെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി പറഞ്ഞത് ഇപ്രകാരമാണ്: സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു നൽകുന്നുണ്ട്. എന്നാൽ അതൊരിക്കലും ഒരു വ്യക്തിയെ അപമാനിക്കുവാനായിട്ടുള്ള ലൈസൻസ് അല്ല. കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ തന്നെ ഈ കേസിൽ ഇത്തരം വീഡിയോകൾ അപകീർത്തികരമാണെന്നും വാദികളുടെയും സ്ഥാപനത്തിൻ്റെയും സൽപ്പേരിനെ ബാധിക്കുന്നതും ബോധപൂർവമായി കെട്ടിച്ചമച്ചതാണെന്നും അവർക്കത് അപരിഹാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉളവാക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോടതി ആ വീഡിയോകൾ മുഴുവൻ നീക്കം ചെയ്യുവാനായിട്ടും അവ അടിസ്ഥാനരഹിതമായ വ്യാജ ആരോപണങ്ങളാണ് എന്നുള്ള ആ നിഗമനത്തിൽ അത് മുഴുവൻ നീക്കം ചെയ്യുവാനായിട്ട് കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്രകാരം ഒരു കേസ് പോയത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ആർക്കും എന്തും പറയാം എന്നുള്ള ഒരു ലൈസൻസിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. ഒരു ക്യാമറയും ഒരു യൂട്യൂബ് ചാനലും ഉണ്ടെങ്കിൽ ആരെയും അപകീർത്തിപ്പെടുത്താം, ആരെയും അപമാനിക്കാം, അതിനെതിരെ ഒരു നിയമ നടപടികളും ഉണ്ടാവുകയില്ല എന്നൊക്കെയുള്ള ധാരണ ധാരാളമായിട്ടുണ്ട്. ഇത് പ്രകാരം പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന നേതാക്കളെ അപമാനിക്കുവാനായിട്ട്, വ്യക്തിഹത്യ നടത്തുവാനായിട്ടും അതുവഴി വരുമാനം ഉണ്ടാക്കുവാനായിട്ടൊക്കെ ധാരാളം പേര് ശ്രമിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ഒരു താക്കീതായിട്ടാണ് അതിരൂപത ഈ ഒരു കേസ് നടത്തിയതും കേസ് മുന്നോട്ട് പോയതും. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ വിജയം തീർച്ചയായിട്ടും സത്യത്തിൻ്റെയും നീതിയുടെയും വിജയമാണ്. ആരെ അപമാനിക്കുവാനോ അവഹേളിക്കുവാനോ അപകീർത്തിപ്പെടുത്തുവാനായിട്ടോ ആർക്കും അവകാശമില്ല. സൽപ്പേര് സംരക്ഷിക്കുവാനും സമൂഹത്തിൽ മാന്യത നിലനിർത്തുവാനും ഏതൊരു വ്യക്തിക്കും അവകാശമുണ്ട്. അത് ഈ രാജ്യത്തെ പൗരൻ്റെ അവകാശമാണ്, ഭരണഘടന നൽകുന്ന അവകാശമാണ്. അതുകൊണ്ട് അത്തരം അവകാശങ്ങളെ സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. അതിനുള്ള കോടതിയുടെ സാക്ഷ്യമാണ് ഇപ്രകാരമുള്ള ഒരു വിധി. മാധ്യമ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ അത് ആരെയും ദുരുപയോഗിക്കുവാനോ അപകീർത്തിപ്പെടുത്തുവാനായിട്ടുള്ള സ്വാതന്ത്ര്യമല്ല എന്നെല്ലാ മാധ്യമപ്രവർത്തകരും ഓർത്തിരിക്കണം എന്നുള്ള ഒരു അറിയിപ്പ് കൂടിയാണ് കോടതി ഇതുവഴിയായി നൽകുന്നത്.